എല്ലാ കൂട്ടുകാർക്കും ജാസ്മി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു അമൃതം പൊടിയുടെ കേക്കായിട്ടാണ്. അപ്പോൾ ഇതിൽ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ഇതൊന്നും ചേർക്കാണ്ടാണ് നമ്മളിത് നല്ല സോഫ്റ്റായി തന്നെ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറുക്കും കാര്യങ്ങളൊക്കെ കഴിക്കാത്ത കുട്ടികൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും കഴിക്കും. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്കിതിലേക്ക് ആദ്യം നമുക്കൊരു 3 കോഴിമുട്ട എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് എഗ് യോക്കും എഗ് വൈറ്റും വേറെ വേറെ ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേക്കിംഗ് പൗഡറിൻ്റെയും ബേക്കിംഗ് സോഡയുടെ ഒന്നും ആവശ്യം വരുന്നില്ല. അല്ലാതെ തന്നെ നമ്മുടെ കേക്ക് നല്ല പോലെ പൊന്തി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, എഗ്ഗ് എടുക്കുമ്പോൾ എപ്പോഴും റൂം ടെമ്പറേച്ചറിലായിട്ടുള്ള എഗ്ഗ് എടുക്കുക. അപ്പോൾ അതാ ഞാൻ ഇവിടെ രണ്ടും വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ എഗ് വൈറ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നല്ല ഫ്ലഫി ആയിട്ട് വരണം, എന്നാലേ നമ്മുടെ കേക്ക് അത്രയ്ക്കും സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇത് ഞാൻ 1 മിനിറ്റോളം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടിച്ച പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർക്കണം. ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാര പൊടിച്ചതാട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഈ പഞ്ചസാര പൊടിച്ചതിൻ്റെ പകുതി ഭാഗം മാത്രം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ബാക്കി പകുതി നമുക്ക് എഗ് യോക്കിലിട്ടിട്ട് ബീറ്റ് ചെയ്യേണ്ടത് കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ എഗ് വൈറ്റ് നല്ല ഫ്ലഫി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഈ പരുവത്തി വേണം നമ്മൾ ആക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ പരുവം ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇതാ നമ്മൾ ഈ ബൗളെടുത്തിട്ടൊന്ന് കമഴ്ത്തി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേപോലെ തന്നെ ആ എഗ് വൈറ്റ് അതിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ വേണം നമുക്ക് കിട്ടാനായിട്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ എഗ് യോക്ക് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യാം. ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പഞ്ചസാര പൊടിച്ചത് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. 1 മിനിറ്റോളം ബീറ്റ് ചെയ്യാം. ഇതാ ബീറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ ചേർക്കാം. ഓയിൽ ചേർത്തതിന് ശേഷം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഓയിലിന് പകരം ബട്ടർ ആയാലും ചേർത്താൽ മതി. ഇപ്പോൾ എൻ്റെ കയ്യിൽ ബട്ടർ ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഓയിൽ ചേർത്തത്. ബട്ടർ ചേർക്കുകയാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഒന്ന് ഉരുക്കിയെടുത്തതിന് ശേഷം മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് പാൽ കൂടി ചേർക്കാം. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള പാലെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിതിലേക്ക് ചെറിയ ചൂടോട് കൂടിയിട്ടാണ് ഇതിൽ ഒഴിക്കുന്നത്. ഒന്ന് അടുപ്പത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തു. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തു. അതിന് ശേഷം നമുക്ക് നമ്മുടെ അമൃതം പൊടി ഇതിലേക്ക് ചേർക്കാം. ഞാനിവിടെ ഒരു 1.5 കപ്പ് അളവിലാണ് ചേർക്കുന്നത്. ഞാനെല്ലാം കൂടി ഒരുമിച്ച് തന്നെ ഒന്ന് ചേർത്തിട്ടൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇതിൽ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ ഒന്നും ഉപയോഗിക്കാത്ത കാരണം കൊണ്ട് തന്നെ നമുക്കിതെല്ലാം കൂടി ഒരുമിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 1/2 കപ്പ് കൂടി ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ മൊത്തം 1.5 കപ്പ് കേട്ടോ. ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ബീറ്റർ ഉപയോഗിക്കണമെന്നില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു കയ്യിലോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ എഗ് വൈറ്റ് റെഡിയാക്കി വെച്ച എഗ് വൈറ്റ് നമുക്കിതിലേക്ക് കുറേശ്ശെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എഗ് വൈറ്റ് ചേർത്തതിന് ശേഷം ഒരുപാട് നേരം ഇട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ നമ്മുടെ എഗ് വൈറ്റ് നല്ല പത പോലെയാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫ്ലഫിയിലാണ് നമ്മുടെ കേക്ക് അത്രയും സോഫ്റ്റ് ആയിട്ട് വരുന്നതും നല്ലപോലെ പൊന്തി വരുന്നതും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു സോഫ്റ്റ് പോവാത്ത രീതിയിൽ വേണം നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇത് നല്ലപോലെ ഇപ്പോൾ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബേക്കിംഗ് ട്രേയിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഒരു ബേക്കിംഗ് ട്രേ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇതാ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് കുറച്ച് പൊടിയൊക്കെ ഇട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടൊന്ന് തട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ നമ്മുടെ ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 7 ഇഞ്ചിൻ്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പാത്രം എടുത്തൊരു 10 മിനിറ്റ് മുന്നേ തന്നെ അത് നല്ലപോലെ ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനൊരു സ്റ്റീൽ ഇറക്കി വെച്ച് അതിൻ്റെ മുകളിൽ നമ്മുടെ ബേക്കിംഗ് ടിന്ന് വെച്ച് കൊടുക്കുക. ഇനി ഒരു 35-40 മിനിറ്റ് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ നമുക്ക് ബേക്ക് ചെയ്യാം.
ഇപ്പോൾ ഒരു 40 മിനിറ്റിന് ശേഷം ഞാൻ ഇപ്പോൾ അതിൻ്റെ മൂടി ഒന്ന് തുറന്ന് ഞാൻ ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നല്ലപോലെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ട സൈഡിൽ നിന്നൊക്കെ വിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു പരുവം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് കേക്ക് ഇതിൽ നിന്ന് എടുത്തു മാറ്റാം. നമുക്കിതൊന്ന് തണുത്തതിന് ശേഷം ഒരു 10 മിനിറ്റിന് ശേഷം ഞാനിപ്പോൾ ഈ ടിന്നിൽ നിന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. ഞാൻ എൻ്റെ ബാക്ക് സൈഡ് ഒന്ന് കാണിച്ചു തരാം. ബട്ടർ പേപ്പറൊക്കെ എടുത്ത് മാറ്റാം. കണ്ടോ, ഒരു തരി പോലും കരിഞ്ഞ് പോയിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഓവറായിട്ട് നമ്മൾ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡോ ഒന്നും ചേർന്നില്ല, അല്ലാതെ തന്നെ നല്ല സോഫ്റ്റ് കേക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വാനില എസൻസോ അല്ലെങ്കിൽ അങ്ങനെ എക്സ്ട്രാ ആയിട്ട് ഒന്നും ചേർത്തിട്ടില്ല. ആകെ 3-4 ഐറ്റംസ് ചേർത്തിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയെടുത്തത്. നമ്മളിതിൽ പഞ്ചസാരയും പാലും ഓയിലും മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഓയിൽ അവോയ്ഡ് ചെയ്യുന്നവർക്ക് ബട്ടർ ആയാലും ചേർത്താലും മതി. അപ്പോൾ നല്ല അടിപൊളിയുണ്ട്. അപ്പോൾ അമൃതം പൊടി കൊണ്ടൊക്കെ ആകുമ്പോൾ മക്കൾക്കൊക്കെ കുറച്ചും കൂടി നല്ലതാണല്ലോ. നമ്മൾ മൈദ ഒക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ല ഹെൽത്തി ആയിട്ടിരിക്കും. പഞ്ചസാര ഓയിലും ചേർക്കുന്നുണ്ട്, ഹെൽത്തി ആണെന്ന് പറയുന്നില്ല. പക്ഷേ മൈദയിനേക്കാളും കുറച്ചും കൂടി ഹെൽത്തി ആണല്ലോ. ആ വീഡിയോക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.